ഐസില് ശിവനെ വരയ്ക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ എനിക്ക് ശിവനെ വരയ്ക്കാന്നല്ല പെയിന്റ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. നിങ്ങൾക്ക് വെള്ളത്തിന് മുകളിലല്ലേ ചിത്രം ചെയ്യാൻ പറ്റും, വെള്ളത്തിന് അടിയിൽ പോയിട്ടൊരു ചിത്രം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രോഗ്രാം സംഘടിപ്പിച്ച് ഞാൻ വരാം. അവരുടെ പട്ടാളക്കാർ നീന്തി തുടിക്കുന്ന വലിയൊരു 100 അടി വലിപ്പമുള്ള സ്വിമ്മിംഗ് പൂളിൽ 6 അടി താഴ്ചയിൽ പോയിട്ട് ഒരു ദിവസം മുങ്ങിക്കിടന്നു. ബലൂൺ കെട്ടി തീർത്ത് രാവിലെ 8 മണിയായപ്പോൾ നമ്മൾ ഫൈനൽ ഡ്രോണിൽ ആ ഷോട്ട്. അതുപോലെ തന്നെ പുകയിലും തീയിലും മണ്ണിലും പുല്ലിലും കല്ലിലും പാടത്തും പറമ്പിലൊക്കെ നമ്മൾ വെള്ളത്തിൽ വരച്ച വര പോലെ ഒരു പഴഞ്ചൊല്ല് പണ്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു 3-4 ചിത്രങ്ങൾ വെള്ളത്തിന് മുകളിൽ വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 വർഷമായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം, കർത്തുങ്കല പാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകത്തിലെ 2ാമത്തെ കൊടുമുടിയുടെ മുകളിൽ വരെ നമ്മൾ പോയിരുന്നു. അതുപോലെ കുറേ നദികളും പുഴകളും ഈ ഐസിൻ്റെ പുറത്ത് അത് നേരിട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ വെയിൽ വന്നാൽ ഐസ് ഉരുകാൻ തുടങ്ങും. മുകളിൽ മാത്രം പാട പിടിച്ച പോലെ ഒരു 5 അടി വലുപ്പത്തിൽ കനത്തിലാണ് ഈ നിൽക്കുന്നത്. അതിന് മുകളിൽ കയറി നിന്നിട്ടാണ് ഞങ്ങൾ ഈ ചിത്രം വരയ്ക്കുന്നത്. ഇടയ്ക്ക് ഈ ചൂട് വരുമ്പോൾ ഈ ഐസ് വീഴുമ്പോൾ പടക്കം പൊട്ട പോലെ പടപെടാക്കെ അവിടെയൊക്കെ ഒരു മാത്രമല്ല അടിയിലെ വെള്ളം ഇങ്ങനെ ഒരു സൗണ്ട് നമുക്ക് ഒഴുകുന്നതോ അല്ലെങ്കിൽ എന്തായാലും നമ്മൾ തുടങ്ങി അത് തീർത്തിട്ടേ പോരുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതിന്റെ മുകളിൽ നിന്നിട്ടാണല്ലോ നമ്മൾ ഈ ചിത്രം ചെയ്തെന്നുള്ളൊരു